കേരളം ഒന്നാകെ ഇപ്പോൾ അങ്ങനെ ഹൃദയം തകർന്ന നിലയിൽ നിൽപ്പാണ്. അങ്ങനെ വലിയ വേദനയിൽ നിൽപ്പാണ്. 19 ദിവസത്തെ കാത്തിരിപ്പാണ്, ഒരായുസിനപ്പുറമുള്ള വേദന എന്നുറപ്പായും പറയാം. ഗംഗാവലിപ്പുഴ ആഴങ്ങളിൽ ഒളിപ്പിച്ച അർജുൻ്റെ മൃതദേഹം 19 നാളുകൾ വഴിക്കണ്ണുമായുള്ള കണ്ണാടിക്കലിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ വീട്ടിലേക്ക് എത്തിയ നിമിഷമായിരുന്നു അത്. അതിനെ അനുഗമിച്ചത് നൂറുകണക്കിന് ആളുകളാണ്. ഇപ്പോൾ വീട്ടിൽ അർജുൻ്റെ ചിത ഒരുങ്ങുന്നു. അവിടെ അത് ഒരു വേദനയുടെ ചിതയാണ്. ദീർഘനാൾ കാത്തിരിപ്പിൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷകൾ അസ്തമിച്ചതിൻ്റെ ചിത കൂടിയാണ് ആ ചിത. ആ ചിതയെരിയുമ്പോൾ ആ ചിതയെരിഞ്ഞു തീരുമ്പോൾ അർജുൻ എന്ന നല്ലൊരു ചെറുപ്പക്കാരനെ നാടിന് നഷ്ടമാവുകയാണ്. പക്ഷേ ആ നാടിൻ്റെ ഓർമ്മകൾ എല്ലാ കാലവും അർജുൻ ജീവിക്കുമെന്ന് നമ്മളവിടെ കണ്ടവരും സംസാരിക്കുന്നവരും ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാരോട് ആ നാട് അർജുനെ ഇങ്ങനെ നെഞ്ചോട് ചേർക്കുകയാണ്. ഇതിപ്പോൾ പൊതുദർശനം അധിക സമയമില്ല എന്ന് പറയുമ്പോൾ പോലും കണ്ണാടിക്കല്ലേ മാത്രമല്ല, കേരളത്തിലെ ഓരോരോ ജില്ലകളിലെ കൂടുതൽ ആളുകൾ അർജുനെ ഒരു നോക്ക് കാണാൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന പൊതുദർശനം 1 മണിക്കൂർ എന്നുള്ളത് സാധ്യമാവൂ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. ഇപ്പോൾ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ഇപ്പോഴും എത്തുകയാണ്. ഇപ്പോഴും ഒരുപാട് പേർ അങ്ങോട്ടേക്ക് എത്തുന്നു. അവിടെ പൊതുദർശനം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. അർജുന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു നാട്. ഈ പറയുന്ന 72 ദിവസം അർജുന് വേണ്ടിയുള്ള വലിയ പ്രാർത്ഥനയിലായിരുന്നു നാട്. പക്ഷേ ആ പ്രാർത്ഥനകൾ അസ്തമിച്ചുകൊണ്ടാണ്, ആ പ്രാർത്ഥനകൾ വിഫലമായിക്കൊണ്ടാണ് അർജുൻ്റെ ചേതനേറ്റ മൃതശരീരം ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ ആ ട്രക്കിൻ്റെ ക്യാബിനുള്ളിൽ കണ്ടെത്തി എന്ന വാർത്ത ഇടുത്തിയ പോലെ കേരളത്തിന് മുൻപാകെ വന്നത്. അത് ഇടുത്തിയാണെന്ന് പറയുമ്പോൾ പോലും വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ആ നിമിഷം കൂടിയായിരുന്നു അത്. ഇപ്പോൾ അർജുൻ അവൻ്റെ ജീവിത പ്രാരാബ്ദങ്ങളുടെ ഭാരം, അവൻ ഓടിച്ച വാഹനത്തിൻ്റെ ഭാരം, അവൻ്റെ ജീവിത പ്രാരാബ്ദത്തിൻ്റെ ഭാരം കൂടിയാണ്. ഉറപ്പായും അർജുനാണ് ആ വീടിൻ്റെ നെടുംതൂണ് എന്നുറപ്പായും പറയാം. നട്ടല് അർജുനാണ്. അവൻ്റെ സഹോദരനൊക്കെ ആശ്രയമായത് മാത്രമല്ല, അവരെ പഠിപ്പിച്ചത്, ജോലി വാങ്ങിക്കൊടുത്തൊക്കെ അർജുൻ എന്ന് പറയുന്ന തീരെ ചെറുപ്പക്കാരൻ, 10-30 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ ഒരു ആയുഷ്കാലത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ അവൻ യാത്രയാകുമ്പോൾ ആ ജീവിത പ്രാരാബ്ധങ്ങളുടെ ഭാരം മുഴുവൻ ഒഴിവാക്കി അതൊന്നുമില്ലാത്ത ലോകത്തേക്കാണ് ഇപ്പോൾ അർജുൻ്റെ യാത്ര. ആ യാത്രയ്ക്ക് അർജുനെ ഒരുക്കുന്നു ആ നാടകം. ആ നാട് ഒന്നാകെ വലിയ വേദനയോടെ അധികം വൈകാതെ തന്നെ പൊതുദർശനം പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും എന്നുള്ള അറിയാം. നമ്മൾ ഷിരൂരിൽ നിൽക്കുമ്പോൾ അർജുൻ്റെ സഹോദരൻ അഭിജിത്ത്, അവൻ കാഴ്ചയ്ക്ക് തന്നെ നമുക്ക് വേദനയായിരുന്നു. അവിടെ ഒരു തവണ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിന് മുന്നിൽ വെച്ച് അഭിജിത്തിനെ കാണുകയുണ്ടായി. ഓടി വന്ന് അടുത്ത് വന്നു. എന്തെങ്കിലും അറിവുണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ വലിയ വേദന ഉണ്ടായതാണ്. അപ്പോൾ അഭിജിത്താണ് പക്ഷേ ആ സംസ്കാര ചടങ്ങുകൾക്ക് ആദ്യം നേതൃത്വം നൽകുക എന്നിങ്ങനെ കേൾക്കുന്നു. അതിൽ സ്ഥിരീകരണമില്ല. എന്തായാലും അവിടെ ഒരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിലാണ്. അർജുൻ്റെ അവസാന യാത്രാമൊഴി നൽകാനുള്ള ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. വിജയകുമാർ കൂടി ചേരുന്നു. വിജയകുമാർ, സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ഇത് രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു വിടവാങ്ങൽ കാലത്താണെങ്കിൽ ഇത് സാധാരണക്കാരായ നമ്മളിൽപ്പെട്ട ഒരാളുടെ ഒരു യാത്രയപ്പ് ഇത്തരത്തിലുള്ളത് അസാധാരണമാണ്. അത് കേരളം അർജുന് കൊടുക്കുന്ന അങ്ങേയറ്റത്തെ ആദരവുമാണ്. വിജയകുമാർ, തീർച്ചയായും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ ആളുകൾ ആ വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു, മറുഭാഗത്ത് ഒരു ചിതയൊരുങ്ങുന്നു. അർജുൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർജുൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം കണ്ട ഒരു സ്ഥലം, അതാണ് അർജുൻ്റെ വീട്. അവിടെ അർജുൻ്റെ കുഞ്ഞുണ്ട്. ആ കുഞ്ഞുമായുള്ള അർജുൻ്റെ ബന്ധം, ആ കുഞ്ഞിനെ താലോലിക്കുന്നത്, ആ കുഞ്ഞിനോടൊപ്പം അർജുൻ സമയം ചെലവഴിക്കുന്നതൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ വളരെ കണ്ണീരോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ആ വീട് ഇത് അർജുൻ ആ വീടിനെ ഉപേക്ഷിച്ച് ആ വീട്ടിലുള്ള ആളുകളുടെ സ്നേഹവായ്പൊക്കെ ഏറ്റുവാങ്ങി അവസാനമായി അതിൻ്റെ പടിയിറങ്ങി പോകുന്ന ആ സമയമാണിത്. വിട നൽകാൻ ആ നാട് വളരെ വിങ്ങുന്ന ഹൃദയത്തോടെ അവിടേക്ക് ഒഴുകിയെത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തെറ്റുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ വഴികളും അർജുൻ്റെ വീട്ടിലേക്ക് എത്തുന്നു എന്ന് തോന്നുന്ന തരത്തിലാണ് അവിടേക്ക് എത്തുന്ന ആൾക്കൂട്ടത്തെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ പറയാനാണ് തോന്നുന്നത്. അർജുൻ ഈ വീട്ടിൽ നിന്നാണ് ആ ലോറിയുമായി ഷിരൂരിലേക്ക് അല്ലെങ്കിൽ ആ യാത്രയ്ക്ക് പുറപ്പെട്ടത്. മകനെ താലോലിച്ച് അവൻ ഉമ്മ കൊടുത്ത് കുടുംബാംഗങ്ങളോട് യാത്ര പറഞ്ഞ് പുതിയ കളിപ്പാട്ടങ്ങളൊക്കെയായി മടങ്ങി വരുമെന്ന് വാക്കു പറഞ്ഞ് അർജുൻ ഇറങ്ങിപ്പോയ ആ വീടും അതിൻ്റെ നടവഴിയും നടുമുറ്റവും ഒക്കെ നമ്മൾ കാണുന്നു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അർജുൻ 75-ാം ദിവസം ചേതനയറ്റ നിലയിലാണ് ആ വീടിൻ്റെ പടി കടന്ന് തിരികെ എത്തുന്നത് എന്നതൊരു വല്ലാത്ത ഒരു ദുരന്തം. ആ കുടുംബത്തെ മാത്രമല്ല, ആ കുടുംബാംഗങ്ങളെ മാത്രമല്ല, നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തുന്നതാണ് ആ ദുരന്തം.